ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു നല്ല നാടൻ ഊടിൻ്റെ കൂടെ ഇന്നത്തെ കഥ നമുക്ക് കേട്ടാലോ? ഞാനും എൻ്റെ ഉണ്ണിയും ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ കാർട്ടൂൺ കാണല്ലേ. എനിക്ക് കാർട്ടൂൺ കാണുന്നത് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല, അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള എന്നെ പോലും നമ്മുടെ ടി വിയുടെ മുമ്പിൽ ഇരുത്തിയ 3 കാർട്ടൂൺ ഉണ്ട്. ഒന്ന് നമ്മുടെ മൗഗ്ലി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ചെപ്പടിക്കൊന്നി ചിന്നിച്ചിടങ്ങു ചക്കരപ്പോവേ, ചെന്നായ മമ്മി അങ്കിൽ ബഗീരി തേടുന്നു നിന്നെ. എന്തൊരു ഇൻട്രോ സോങ് ആയിരുന്നല്ലേ അത്. പിന്നെ നമ്മുടെ കാട്ടിലെ കണ്ണൻ, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം കാട്ടിലെ കണ്ണൻ. പിന്നെ 3ാമത്തെ ആയിരുന്നു പോപ്പോ എൻ സൺ എന്ന് പറഞ്ഞു. ഉച്ചതിരിഞ്ഞ് 5:30 ടി വിയിൽ ഉണ്ടാവാറുള്ള ഒരു കാർട്ടൂണാണ്. ഞാനത് സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതിൽ ക്യാരക്ടർ വന്നിട്ട് ചീരയാണെൻ്റെ ആഹാരം, അതിലാണെൻ്റെ ആവേശം എന്നൊക്കെ പറഞ്ഞ് ഉറക്കി കിടന്ന് അലറുമായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ചീരയുടെ ഹാർട്ട് ലെഫ്റ്റ് ഫാനായത്. എനിക്ക് ചീര, മുരിങ്ങ തുടങ്ങിയ ഈ ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നമുക്ക് കേരള സ്റ്റോറിൽ ചീര മിക്കവാറും തന്നെ വരാറുണ്ട്. ഇല്ലെങ്കിൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലീഫാണ് സ്പിനാച്ച്. കാഴ്ചയിലെ രൂപത്തിലെല്ലാം ചീരയോട് കിടപിടിക്കാൻ ഇവ മിടുക്കനാട്ടോ. ഫ്രോസൺ ആയിട്ടും ഫ്രഷ് ആയിട്ടും നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. ഒരു ലോങ് ടേം പർപ്പസിന് വേണ്ടി ഫ്രോസൺ സ്പിനാച്ച് ഞാൻ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ഈ ആസ്പരാഗസ് എന്ന് കേട്ടിട്ടില്ലേ? ഒത്തിരി ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒരു വെജിറ്റബിൾ ആണ് ഈ ആസ്പരാഗസ്. സ്പിനാച്ചും ആസ്പരാഗസും കൂടെ ഒരുമിച്ചിട്ട് തോരൻ വെക്കുന്നത് സൂപ്പർ ആട്ടോ. പരീക്ഷിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം. പിന്നെ ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ആട്ടോ. പിന്നെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഈ തോരൻ വെക്കാൻ എന്നാ പാടാല്ലേ. ചീര പറിക്കണം, അരിയണം, പിന്നെ തേങ്ങ പൊതിക്കണം, പൊട്ടിക്കണം, ചിരവണം, എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അമ്മമാരെ നമിക്കണം. പിന്നെ എൻ്റെ ഫേവറേറ്റ് കായപ്പേരിയും ഒരു ഫിഷ് ഫ്രൈയും ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫിഷ് ഫ്രൈ മഞ്ഞക്കോരയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ദേശവും ഭാഷയും രീതിയൊക്കെ അനുസരിച്ച് കേരളത്തിലെ ഈ മഞ്ഞക്കോരയ്ക്ക് തന്നെ പല പേരുകളുണ്ട്. നമുക്കിവിടെ ഫ്രഷ് മീൻ കിട്ടില്ലെന്ന് ചോദിച്ചാൽ കിട്ടും. പിന്നെ ഒരു കാര്യമുള്ളത്, മീനെന്ന് വിളിച്ചു കൂവി വീടിൻ്റെ മുൻപിൽ വന്ന് സൈക്കിളിൽ പണിയടിച്ച് നിൽക്കാൻ വർഗീസേട്ടനൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓഫുള്ള ദിവസം നോക്കി കടയിൽ പോയി കുറച്ചധികം മേടിച്ച് ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുക. എന്തായാലും നമ്മുടെ ചോറും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ്, കായപ്പേരി, ചീര ആസ്പരാഗസും കൂടിയുള്ള തോരൻ, മീൻ വറുത്തത്, പിന്നെ ഒരു ഇച്ചിരി യോഗട്ട്, പിന്നെ തൊട്ടുകൂട്ടാൻ അച്ചാറ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെനു. അയവ പൊളി. നമ്മുടെ മീൻപോളി പറയുന്ന പോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല എൻ്റെ സാറേ. എന്തായാലും ഞാനിത് കഴിച്ചു നോക്കട്ടെ. ഇതൊക്കെ കൂട്ടിയൊരു ഉരുള വായിൽ വയ്ക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ചോറ് മൊത്തത്തിൽ കഴിക്കാം. എന്നിട്ട് ഞാൻ പറയാറുള്ള കാര്യം മറക്കണ്ട, ചുമ്മാതെ അങ്ങ് ചിരിച്ചോണം. ജീവിതം പൊളിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു, ബൈ.